വിശദമായ വാർത്തകളിലേക്ക് കടക്കുകയാണ്. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ പാലക്കാട്ടെ ബിജെപിയിൽ പൊട്ടിത്തെറി. സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിനെതിരെ തുറന്നടിച്ച് ദേശീയ കൌൺസിൽ അംഗം എൻ ശിവരാജൻ രംഗത്ത് വന്നു. നഗരഭരണത്തിനെതിരായ പ്രചാരണമാണ് തിരിച്ചടിക്ക് കാരണമെന്ന് സി കൃഷ്ണകുമാർ പറഞ്ഞു. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ച് ഒന്നും പറയാനില്ല എന്നായിരുന്നു വി മുരളീധരന്റെ പ്രതികരണം. പാലക്കാട്ടെ തോൽവി ബിജെപിക്കുണ്ടാക്കിയ ആഘാതം ചെറുതല്ല. പ്രാദേശിക തലം മുതൽ സംസ്ഥാന തലം വരെ ഭിന്നത രൂക്ഷമാണ്. സ്ഥാനാർത്ഥിയെ വ്യക്തിപരമായി വിമർശിച്ചുകൊണ്ട് മുതിർന്ന നേതാവ് എൻ ശിവരാജൻ രംഗത്ത് വന്നു. പബ്ലിക് വോട്ടുകൾ ജയിക്കുന്ന അന്തരീക്ഷം വന്നാൽ ഈ രാഷ്ട്രീയക്കാരല്ലാത്ത ഒരു രാഷ്ട്രീയമില്ലാത്ത ആൾക്കാർ ജയിക്കുന്ന സ്ഥാനാർത്ഥി വോട്ടിന് വേണ്ടി ആ വോട്ട് നമുക്ക് കിട്ടുമായി. സംസ്ഥാന നേതൃത്വത്തിനെതിരെ സന്ദീപ് വാചസ്പതി നേരത്തെ രംഗത്ത് വന്നിരുന്നു. സംസ്ഥാന അധ്യക്ഷൻ നേരിട്ട് പ്രവർത്തിച്ചിട്ടും വോട്ട് കുറഞ്ഞത് പരിശോധിക്കണമെന്നായിരുന്നു സന്ദീപിന്റെ ആവശ്യം. എന്നാൽ സുരേന്ദ്രൻ നന്നായി പ്രവർത്തിച്ചു എന്നാണ് എൻ ശിവരാജൻ പറയുന്നത്. നഗരഭരണത്തിനെതിരായ പ്രചാരണം തിരിച്ചടിയായെന്ന് സി കൃഷ്ണകുമാർ ന്യൂസ് 18നോട് പറഞ്ഞു. പ്രാദേശികമായി വലിയ എതിർപ്പുണ്ടായിട്ടുണ്ട്. തന്റെ ശൈലി മാറ്റണമെന്ന് ശിവരാജന് തന്നോട് തന്നെ പറയാമായിരുന്നു എന്നാണ് കൃഷ്ണകുമാറിന്റെ മറുപടി. ശിവരാജൻ എൻ്റെ കൂടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ എല്ലാ ദിവസങ്ങളും ഉണ്ടായിരുന്നു. എന്നോട് അങ്ങനെ വ്യക്തിപരമായിട്ട് സംസാരിക്കാൻ യാതൊരു പ്രശ്നമില്ലാത്ത ആളല്ലേ. എൻ്റെ കൂടെ കാലത്ത് 7 മണി തൊട്ട് രാത്രി 10 മണി വരെയുള്ളു. സംസ്ഥാനത്തെ തോൽവിയിൽ മൗനം പാലിക്കുകയാണ് മുൻ അധ്യക്ഷൻ വി മുരളീധരൻ. ഇവിടെ നടന്നതിനെ കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞ മുരളീധരൻ ഒഴിഞ്ഞുമാറി. എല്ലാം സംസ്ഥാന അധ്യക്ഷൻ പറയും. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉടൻ വരാനിരിക്കെയാണ് പാലക്കാട് നഗരപരിധിയിൽ ഇത്രയും വലിയൊരു തോൽവി ബിജെപിക്ക് ഉണ്ടാകുന്നത്. ഇതിന് പിന്നാലെ പാർട്ടിയിൽ വലിയ ഭിന്നതയും. ഇതെല്ലാം പരിഹരിച്ചുകൊണ്ട് നഗരഭരണം എങ്ങനെ പിടിക്കും എന്ന ആശങ്ക ബിജെപി നേതൃത്വത്തിനുണ്ട്. പാലക്കാട് നിന്ന് ജി ശ്രീജിത്ത്, ന്യൂസ് 18.